ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്ന തോമസ് ആൽവ എഡിസൺ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ ഒരു സുഹൃത്ത് ഒരു വിരുന്നിന് ക്ഷണിച്ചു. വിരുന്നിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് വിളമ്പി തുടങ്ങി. ഇത് കുടിക്കാം, ക്ഷീണത്തിന് ഉത്തമം എന്ന് സമീപമിരുന്ന് മറ്റ് സുഹൃത്തുക്കൾ നിർബന്ധിച്ചു. തലച്ചോറിന് ഉന്മേഷം പകരാനും തന്മൂലം താങ്കളുടെ പ്രതിഭ വളരാനും ഇത് സഹായിക്കും എന്ന അഭിപ്രായങ്ങളും അവർ തട്ടിവിട്ടു. എഡിസൺ വഴങ്ങിയില്ല. എൻ്റെ തലച്ചോറ് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം മദ്യം നിഷേധിക്കുക തന്നെ ചെയ്തു. എന്തോ ഒരു ദൃഢനിശ്ചയം! മദ്യപാനം ഇന്നിൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്ന സമൂഹത്തിൽ മദ്യം കഴിക്കാത്തവർ ബുദ്ധിശൂന്യൻ എന്ന നിലപാടാണ് അനേകരിലും. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയും വെറും തമാശയ്ക്കും മാന്യതയ്ക്കും ആരംഭിച്ചവരാണ് മുക്കുടിയന്മാരായി മാറിയിട്ടുള്ളവരിൽ പലരും. കയങ്ങളിൽ മുങ്ങിമരിക്കുന്നവരെക്കാൾ മദ്യക്കോപ്പകളിൽ മുങ്ങിമരിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്നതിനും മദ്യപാനം സഹായിക്കുമെന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ കഴിവില്ലാത്ത ഒരുതരം ഒളിച്ചോട്ടം മാത്രമാണിത്. ഒരിക്കൽ ഒരു മദ്യഷാപ്പിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബോർഡിലെ വാചകം ഇപ്രകാരമായിരുന്നു: മദ്യം മനുഷ്യൻ്റെ ശത്രു. ശത്രുവിനെ സ്നേഹിക്കുവാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മദ്യത്തെ സ്നേഹിപ്പിൻ. മദ്യപിക്കുന്നവൻ ഉറങ്ങുന്നു, ഉറങ്ങുന്നവൻ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാത്തതിനാൽ അവൻ ദൈവരാജ്യം അവകാശമാക്കും. ഇത്തരം ആകർഷകമായ ചുവരെഴുത്തുകൾ എത്രയോ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം, കർത്താവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും കർത്താവിൻ്റെ മരണത്തിലുള്ള ദുഃഖത്തിൻ്റെയും പേരിൽ കഴിഞ്ഞ നാളുകളിലും ഈ നാളുകളിലും എത്രയോ മദ്യമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ സന്ദേശവും പേറിക്കൊണ്ട് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങുന്നതായ കരോൾ സംഘങ്ങൾ ലഹരികൾക്കടിമയായിട്ടാണ് ഭവനങ്ങൾ കയറി ഇറങ്ങുന്നത് എന്നത് എത്രയോ ഖേദകരമായിട്ടുള്ളൊരനുഭവമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, 2024 നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായ വീഴ്ചകളെ, കുറവുകളെ ഒക്കെ പുനർവിചിന്തനം ചെയ്യുവാനും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ഉടമ്പടിയോടും പുതിയ പ്രതിഷ്ഠയോടും കൂടെ അതിനെ വരവേൽക്കുവാനും തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദേശത്തിനോട് കർത്താവേ അവിടുന്ന് കരുണ തോന്നണമേ. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ മദ്യപാനികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയുള്ള ജീവൻ നയിപ്പാൻ തക്കവണ്ണം ഓരോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം മദ്യവിമുക്തമാകുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. ഇന്നത്തെ വചന കേൾവിയിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.